Hello everyone, it's me Akrisha and welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീണ്ടും ഗൈസ് ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആദ്യം നമുക്കൊരു എന്താ പറയുക, മുടി കെട്ടിവെക്കാം. മുടി കെട്ടിവെച്ചാലാണ് എന്തെങ്കിലും പണി ഒരുങ്ങുള്ളൂ. പിന്നെ അതിനുശേഷം നമുക്ക് നമ്മുടെ സ്കിൻ ഒന്ന് പ്രെപ്പ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ആദ്യം മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട്. ഇത് ഡോക്ടർ ഷീത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. പെർഫെക്റ്റ് ആണ് കേട്ടോ. ആക്നെ സ്കിന്നുള്ളവർക്ക് നല്ലതാണ്. കാരണം ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്നീസ് കുറയുള്ളൂ. അപ്പം അങ്ങനെ അതിനുശേഷം ഞാൻ മാഴ്സിൻ്റെ ഒരു പ്രൈമർ യൂസ് ആക്കുന്നുണ്ട്. ഇതും അടിപൊളി പ്രൈമറാണ്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീലും ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻഡ് എനിക്ക് സ്കിന്നിൽ നല്ല രീതിയിൽ റെഡ്നെസ് ഉണ്ട്. അപ്പോൾ കളർ കറക്റ്റ് ചെയ്തൊന്ന് സെറ്റ് ആക്കണം. അപ്പം അതിന് മുന്നേ നമ്മുടെ ഡാർക്ക് സർക്കിൾ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് കളർ കറക്റ്റർ ചൂസ് ചെയ്യാം. അപ്പോൾ ഓറഞ്ച് കളക്ടർ ഞാൻ കണ്ണിൻ്റെ അടിയിലും പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ മേലെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ടൈമിൽ ഉറക്കം കുറവായതുകൊണ്ടായിരിക്കണം കുറച്ച് നന്നായിട്ട് എടുത്ത് കാണുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ റെഡ്നെസ് മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ കളർ കറക്റ്ററാണ് യൂസ് ചെയ്തിട്ട് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ റെഡ്നെസ് ഒക്കെ ഒന്ന് കുറച്ച് കാണിക്കും. അപ്പോൾ ഒന്ന് എന്താ പറയുക, നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്താണെങ്കിലും കുറച്ച് ഈവൺ ആക്കിയിട്ട് തരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് കാണാൻ നല്ല കോമഡി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, ബട്ട് ഇഗ്നോർ ഇറ്റ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, അപ്പോഴേക്കും നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഇതൊക്കെ ഓൺ ചെയ്ത് കാണിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആകെ റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം യൂസ് ആക്കിയിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേളി ഹെയർസ് വേണം എന്നൊക്കെ. പക്ഷെ പറ്റിയില്ല. സമയം ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ പേഷ്യൻസ് തീരെ ഉണ്ടായിരുന്നില്ല. ഇത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പേഷ്യൻസ് വേണം, ടൈമും വേണം. ടൈം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ നല്ല വൃത്തിക്ക് വരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ അവസാനം വിചാരിച്ചു ഫേസിൽ ഫൗണ്ടേഷനെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ട് ഫൗണ്ടേഷനും എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഷെയ്ഡ് കുറച്ചും കൂടെ ലൈറ്റർ ആയിപ്പോയി. ഇതിന് മുന്നേ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിരുന്നു. അതൊന്ന് കുറച്ച് ലൈറ്റർ ആക്കിയപ്പോൾ ഞാൻ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് വയലറ്റ് കളർ കറക്റ്റർ യൂസ് ആക്കിയതാണ്. ആൻഡ് അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫൗണ്ടേഷൻ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ തേച്ച് കൊടുക്കുക എന്നൊക്കെ പറയാൻ വേണ്ടി വരികയായിരുന്നു. അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ തന്നെയാണ്. അതിൻ്റെ ബാക്കി വന്നാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മേലെയൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലുക്ക് ഇങ്ങനെയാണ്. നല്ല ഈവണായിട്ട് നമ്മുടെ നെക്കിൻ്റെ അതേ ഒരു കളറിലേക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഫഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷ് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ആലോചിച്ച് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ദെൻ നമ്മൾ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് പൗഡർ യൂസ് ആക്കുന്നുണ്ട്. ഇത് മാർസിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ണിൻ്റെ അടിയിലും പിന്നെ ചീക്സിൻ്റെ താഴെയും ഒക്കെ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെറ്റിയുടെ ഇവിടെയൊക്കെയാണ് എനിക്ക് അധികം ഓയിലി ഫീൽ തോന്നാറ്. ആൻഡ് അങ്ങനെ ഞാൻ കേളർ ഉപേക്ഷിച്ച് ഞാൻ അവസാനം ബ്ലോ ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് വേവി ആയിട്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ ഹെയർ. എനിക്ക് പക്ഷെ അത്ര വേവി ഹെയർ വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലോ ഡ്രയർ വെച്ചിട്ട് ഞാൻ എന്താ പറയുക നന്നായിട്ടൊന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. എൻസിൽ ചെറിയൊരു കർവൊക്കെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ കർവ്സ് ഒന്നും കാണുന്നില്ലായിരുന്നു, പക്ഷെ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഞാനൊരു സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫേസിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഓർത്തത് ഞാൻ ഐബ്രോസ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ ഐബ്രോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഐലാഷസും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിക്കണം എൻ്റെ ഓർമ്മശക്തി. അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും ഞാൻ ഇത്രയും മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ മറന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഐലാഷസും ചെയ്തു, ഐബ്രോസും ചെയ്തു. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്ക്, എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ആ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിനി ഔട്ട്ഫിറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു മഞ്ഞ ചുരിദാറാണ് കേട്ടോ ഞാൻ വെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ആകെ
എന്തോ ഒരു ഫംഗ്ഷന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആരുടെയോ ഒരു കല്യാണത്തിന് ഇട്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഫ്താർ മീറ്റിന് ഈ ഒരു ഔട്ട്ഫിറ്റ് ആക്കാന്നുള്ളത്. കാരണം അത് വേറെ എവിടെ ഇട്ടിട്ടില്ല. പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പിന്നെ സ്വാഭാവികം എന്ത് പുതിയ ഡ്രസ്സ് കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം പോസ്റ്റ് ആയിരിക്കും പോകുന്നത്. പക്ഷെ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പാൻറ്റും പിന്നെ ഷോളും ഇത് ഞാൻ ആക്ച്വലി മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഒരു സ്യൂട്ട് വാങ്ങാൻ കിട്ടിയിട്ടില്ല. ഞാൻ മെറ്റീരിയൽ കണ്ടിട്ട് അങ്ങനെ അടുപ്പിച്ചെടുത്താണ്. എന്നിട്ട് അതിൽ ഒരു ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇയറിങ്സും കൂടെ ഞാൻ പെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു ഇയറിംഗ് ആണ് പെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. ബട്ട് ദിസ് വാസ് ആബ്സലൂട്ട്ലി പെർഫെക്റ്റ് ഫോർ ദിസ് ഔട്ട്ഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിട്ടു എന്നുള്ളൂ. കാരണം ഞാൻ ഇത്രയും ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ആക്ച്വലി സജസ്റ്റ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഷോർട്ടർ അല്ലെങ്കിൽ ഇയറിങ്സേ ഇടാത്തൊരു ടൈപ്പാണ്. അപ്പോൾ ഇത്തവണ എന്തെങ്കിലും ഗ്രാൻഡായിട്ട് ഇരുന്നോട്ടെ വിചാരിച്ച് ഞാൻ ഈ ഒരു വലിയ കമ്മലിട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഒരു ആഡംബരത്തിന് അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊട്ട് തൊട്ടു തൊട്ടില്ല എന്നുള്ള പോലെ ഒരു ഐലൈനർ വെച്ചിട്ട് പൊട്ടിട്ട് കൊടുത്തു. പൊട്ട് ഇട്ട് കൊടുത്തു. യൂഷ്വലി ഞാൻ പൊട്ട് അങ്ങനെ ഇടാറില്ല. എന്നോട് എല്ലാവരും കാണുമ്പോൾ ചോദിക്കുന്നത് എന്താ ആകർഷ പൊട്ടിടാത്ത എന്നാണ് ചോദിക്കാറ്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക്. പക്ഷേ ഞാൻ ഓരോരുത്തർ പറയുമ്പോൾ സജസ്റ്റ് ചെയ്യുമല്ലോ നമുക്ക് എന്താ സ്യൂട്ടാവുക എന്ന് പറയുന്ന സമയത്ത് ഓക്കെ കുറച്ച് ട്രഡീഷണൽ ആവുമ്പോൾ പൊട്ടിടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊട്ടിട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ ആലോചിച്ചത് ഐ ഷാഡോ ഇട്ടില്ലല്ലോ എന്നുള്ളത്. അത് ഇറങ്ങാറായപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ഐ ഷാഡോ ഇട്ടില്ലല്ലോ എന്ന്. ഞാൻ വേഗം പോയി ഐ ഷാഡോ പാലറ്റ് എടുത്ത് ഞാൻ തേക്കാൻ തുടങ്ങി. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. ഇനി സൗന്ദര്യം ആസ്വദിക്കലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റും എൻ്റെ മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.